എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ASM പരീക്ഷ ഇങ്ങനെ അടുത്തെത്തി നിൽക്കുകയാണ് അല്ലേ? ഈ വരുന്ന ഓഗസ്റ്റ് 2-ാം തീയതിയും 9-ാം തീയതിയായിട്ട് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു പരീക്ഷ വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പ്രിലിംസ് ഉണ്ടായില്ല, മാത്രമല്ല സിലബസിൽ സ്പെഷ്യൽ ടോപ്പിക്കും ഇല്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അയവുള്ളതാണ് ഇപ്രാവശ്യത്തെ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. പ്രിലിംസ് ഇല്ല, സ്പെഷ്യൽ ടോപ്പിക് ഇല്ല, നമ്മളൊരു LDC പരീക്ഷയ്ക്ക് പഠിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ. അപ്പോൾ കഴിഞ്ഞ LDC പരീക്ഷയ്ക്കൊക്കെ പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചവരുണ്ടാവും, അതിനിടയ്ക്ക് പഠിക്കാതെ കുറച്ചു കാലം പഠിക്കാതിരുന്നവരുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് ആ ഒരു പഠിച്ചതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. അല്ല, ഈ ഒരു പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള, കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുള്ളൊരു സമയം കൂടിയാണിത് അല്ലേ? അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇനി ഒരു അരമാസം കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താലോ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 15 ദിവസത്തെ ബൂസ്റ്റർ ബാച്ചുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ലൈവ് ക്ലാസ്സുകളാണ്, 40 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളാണ്. ഈ ലൈവ് ക്ലാസ്സുകളിൽ എൻറ്റയർ സിലബസിലെ ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് നമുക്കറിയാം സിലബസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് കേരള ഗവേണൻസ് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നല്ല നല്ല ചോദ്യങ്ങൾ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഭാഗങ്ങളും കറണ്ട് അഫെയറും ഒക്കെ നല്ല ചോദ്യങ്ങളാണ് വരുന്നത് അല്ലേ? അപ്പോൾ ആ ഭാഗങ്ങൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ വളരെ പ്രാധാന്യത്തോടു കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ബാച്ച് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 17-ാം തീയതി, ജൂലൈ 17-ാം തീയതിയാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 15 ദിവസമാണ്. എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് സൂം ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൂം നിങ്ങളുടെ ഫോണിൽ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലൈവിൽ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ടോപ്പിക്കുകളല്ല കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിനെ കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളും. അതായത് ഇപ്പോൾ നമ്മൾ എൻറ്റയർ സിലബസിൽ ഓരോ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യുക എന്നതിനേക്കാളും ഈ അവസാന നിമിഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻസും അതിനെ കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളും ഒക്കെ നോക്കി പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 17-ാം തീയതി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ കേരള ഗവേണൻസിൻ്റെ ക്ലാസ്സാണ്, രാഖിൽ സാറിൻ്റെ ക്ലാസ്. അതേ ദിവസം തന്നെ നമുക്ക് വൈകുന്നേരം അല്ലെങ്കിൽ വേറൊരു സമയത്ത് രാവിലെയും വൈകുന്നേരം ആയിട്ടായിരിക്കും നമുക്ക് ക്ലാസ്സുകൾ വരുന്നത്. ടൈം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പുകളിൽ നമ്മൾ ഷെയർ ചെയ്ത് തരും. അപ്പോൾ ഇംഗ്ലീഷാണ്, ദെൻ മലയാളം രേവതി മിസ്സിൻ്റെ ക്ലാസ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റബീഹത്ത് മിസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം കേരള ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ജോഗ്രഫി അല്ലേ, പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ജോഗ്രഫിയൊക്കെ നമ്മൾ പലപ്പോഴും ഇത് എവിടെ നിന്നാണെന്ന് പോലും ചിന്തിച്ച പല പരീക്ഷകളും നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെയുള്ള അവസരങ്ങളൊന്നും തന്നെ ഉണ്ടാവരുത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാച്ച്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, 15 ദിവസം 40 മണിക്കൂർ എൻറ്റയർ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഈ ഒരു പരീക്ഷ ഓഗസ്റ്റ് 2-ഉം 9 തീയതികളിലായിട്ടാണ്. അടുത്ത തന്നെ നമുക്ക് ഹോൾ ടിക്കറ്റൊക്കെ 2-ാം തീയതി പരീക്ഷ ഉള്ളവർക്കുള്ള ഹോൾ ടിക്കറ്റൊക്കെ വെബ്സൈറ്റിൽ അപ്ലോഡായി എന്നുള്ള മെസ്സേജുകളൊക്കെ വരും. അപ്പോൾ ഇനി എന്താണ്, ഇനി പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. പുതിയതായിട്ട് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങേണ്ട സമയമല്ല, റിവിഷന് വേണ്ടിയിട്ടുള്ള സമയമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബൂസ്റ്റർ ബാച്ച്. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ, ഈ അവസാനവട്ട പ്രിപ്പറേഷൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.